ശുക്രനെ പ്രതിനിധീകരിക്കുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ ഈ 2 അക്കങ്ങൾ കൂട്ടിയാൽ കിട്ടുന്ന അക്കം 6 ആണ്. അപ്പൊ അത് രണ്ടും നമ്മൾ വേർപെടുത്തിയിട്ടാണ്, അതായത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഈ 24 നമ്മൾ എഴുതി വെക്കുന്നത്. അപ്പൊ ടോട്ടൽ ഇഫക്റ്റ് വരുമ്പോൾ 6 ആണ് വരുന്നത്. അപ്പൊ ആ നമ്പറാണ് നമ്മളിവിടെ ഈ ശുക്രമണ്ഡലത്തിൽ എഴുതി വെക്കേണ്ടത്. എത്ര വലിയ ആഗ്രഹവും സാധിക്കാൻ ഏത് നമ്പറാണ് ഉപയോഗിക്കേണ്ടത്? ഒരു ന്യൂമറിക്കൽ വാല്യൂടെ നമ്പർ ഒളിഞ്ഞു കിടപ്പുണ്ട്, അത് കണ്ടുപിടിക്കണം. പറയൂ. അതായത് ഈ നമ്പർ നമ്മൾ എഴുതുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതായത് വളരെ പെട്ടെന്ന് നേടിയെടുക്കാനുള്ള ആഗ്രഹങ്ങൾ. അതായത് ഇപ്പോൾ ഒരു പരീക്ഷയിൽ പാസ്സാവുക, പരീക്ഷ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമുക്കിത് ഈ ഒരു കാര്യം ചെയ്യാം, ഈ നമ്പർ എഴുതാം. അതുപോലെ നമുക്കൊരു വസ്തു, അത്യാവശ്യമായിട്ട് നമുക്കൊരു വസ്തു വിൽക്കണം. അതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റുക. അതായത് ഈ നമ്പർ എഴുതി നമുക്കത് ആ ഒരു കാര്യം സാധിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ചില സംഖ്യകൾക്കൊക്കെ പ്രത്യേകത ഉള്ള കാര്യം അറിയാമല്ലോ. 7, എത്ര 108, 1001 അങ്ങനെയൊക്കെയുള്ള നമ്മൾ ചില ജപങ്ങളൊക്കെ 1008 തവണ ചൊല്ലും. പിന്നെ 41 ദിവസത്തെ വ്രതം, അങ്ങനെ പല നമ്പറുകളുണ്ട്, പ്രത്യേകതയുള്ള നമ്പറുകൾ. അതുപോലെയുള്ളൊരു നമ്പറാണ് ഇതും. എലിസബത്ത്, അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സെഗ്മെൻറ്റിൽ കൂടെ കടന്നു പോകും. ഓരോ ഏജുകളിൽ നമുക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്, അപ്പോൾ ഇമോഷണൽ നീഡ്സ് ഉണ്ടാവും, റാഷണൽ നീഡ്സ് ഉണ്ടാവും, ആസ്പിറേഷണൽ നീഡ്സ് ഉണ്ടാവും, ഫിസിക്കൽ നീഡ്സ് ഉണ്ടാവും. അപ്പോൾ ചില സമയങ്ങളിൽ ഇപ്പോൾ എൻ്റെ ഒരു ആസ്പിറേഷണൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു റോൾസ് റോയ്സ് എടുക്കുന്നുണ്ടായിരിക്കും, അതായിരിക്കും എൻ്റെ ആഗ്രഹം. ഈ ആസ്പിറേഷണൽ നീഡ്സ് എന്നെപ്പോലൊരു വ്യക്തിക്ക് വളരെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അറിയില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രചോദനം തരുന്ന കുറേ ഫാക്റ്റ് ഉണ്ടാവും. ഈ ഫാക്റ്റിൽ ഒന്നാണ് ഈ ന്യൂമറിക്കൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് എല്ലാ ദിവസവും നമ്പേഴ്സിനെ സ്നേഹിച്ച് കഴിഞ്ഞാലോ, നമ്പേഴ്സിനെ ജപിച്ച് കഴിഞ്ഞാലോ, ലോ ഓഫ് അട്രാക്ഷൻ പോലെ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും. നമ്പേഴ്സ് എന്ന് പറയുന്നത് ചില അക്കങ്ങൾ ചില അക്കങ്ങളുടെ കോമ്പിനേഷൻസ്, അതൊക്കെ മനുഷ്യർക്ക് ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ കൊണ്ടുവരും എന്ന് പറയാറുണ്ട്. അതായത് നമ്മുടെ ഭാരതത്തിൽ മാത്രമല്ല, ഇന്റർനാഷണലി അതങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ന്യൂമറോളജിയിൽ ചില നമ്പറുകൾ ചില ആളുകൾക്ക്, ചില വ്യക്തികൾക്ക്, ഇപ്പം ചില വ്യക്തികൾക്ക് നാളനുസരിച്ചൊരു നമ്പർ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ തീർച്ചയായിട്ടും ഓരോ നമ്പറുകളുണ്ട്. അപ്പം അത് നമ്മൾ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ അത് നമ്മുടെ തുടർച്ചയായി ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മളിലേക്ക് ഭാഗ്യങ്ങൾ വരും. അതിന്റെ ആ നമ്പേഴ്സോ അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയറോ ഒന്ന് പറയാമോ? ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് വെച്ച് നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് സാധിച്ചെടുക്കേണ്ട ഒരാഗ്രഹം, അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു വസ്തു വിൽക്കുന്ന ഇത് സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ നമ്മൾ ജയിക്കുന്നത് സംബന്ധിച്ചോ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളാണ് നമുക്ക് പെട്ടെന്ന് സാധിച്ചെടുക്കേണ്ടത്. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്. അത് കയ്യിൽ, ഈ ഉള്ളം കയ്യിൽ ചൂണ്ടുവിരലിന് താഴെ ആണ് നമ്മളത് ആ നമ്പർ എഴുതി വെക്കേണ്ടത്. നമുക്ക് സാധിക്കേണ്ട, എത്രയും വേഗം സാധിക്കേണ്ട ആഗ്രഹം നമ്മൾ മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് ആ നമ്പർ ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശുക്രമണ്ഡലമാണ്. അപ്പൊ ഇവിടെ തന്നെയാണ് നമ്മൾ ആ നമ്പർ എഴുതി വെക്കേണ്ടത്. ശുക്രൻ എന്ന് പറയുമ്പം നമുക്ക് പണവും എന്താ പറയാ, സമ്പത്തും ഒക്കെ കൊണ്ടുതരുന്നൊരു ഗ്രഹമാണ് ശുക്രൻ. ഉദിക്കുക എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ എഴുതി വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഈ ശുക്രൻ എന്ന് പറയുന്ന ഒരു ഐശ്വര്യദായകമായ ഒരു ഗ്രഹം, അതായത് ഐശ്വര്യം, സമ്പത്ത്, പണം, ഐശ്വര്യം എന്ന് പറയുമ്പോൾ എല്ലാം വരുന്നുണ്ടല്ലോ. ഈ ശുക്രൻ്റെ ഈ കയ്യിലെ, ഈ ഇടത് കയ്യിലെ ഭാവം ശുക്രമണ്ഡലം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന പെർട്ടിക്കുലർ നമ്പർ എഴുതി വച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മളങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വരുമെന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കുന്ന ആഗ്രഹങ്ങൾ നടക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് നമ്പറാണ് എഴുതേണ്ടത്? അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ശുക്രൻ എന്ന് പറയുന്നത് മഹാലക്ഷ്മി, അങ്ങനെയാണല്ലോ നമ്മൾ അറിയുന്നത്. അപ്പോൾ മഹാലക്ഷ്മിയുടെ നമ്പറാണ് 6. അപ്പോൾ
നമ്മളിവിടെ എഴുതി വെക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 24 24. 2 4. ഇപ്പം മഹാലക്ഷ്മിയുടെ നമ്പർ എന്ന് പറയുന്നത് ശുക്രനെ പ്രതിനിധീകരിക്കുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത് 6 അപ്പൊ ഈ 2 അക്കങ്ങൾ കൂട്ടിയാൽ കിട്ടുന്ന അക്കം 6. അപ്പൊ അത് രണ്ടും നമ്മൾ വേർപെടുത്തിയിട്ടാണ്, അതായത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഈ 24 നമ്മൾ എഴുതി വെക്കുന്നത്. അപ്പൊ ടോട്ടൽ ഇഫക്റ്റ് വരുമ്പോൾ 6 വരുന്നത്. അപ്പൊ ആ നമ്പറാണ് നമ്മളിവിടെ ഈ ശുക്രമണ്ഡലത്തിൽ എഴുതി വെക്കേണ്ടത്. അപ്പോൾ എഴുതി വെച്ചതിന് ശേഷം ബാക്കി എന്താ പ്രൊസീജിയർ? എല്ലാ ദിവസവും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എങ്ങനെയാണ്? അതായത് നമുക്ക് ആ ആഗ്രഹം, നമുക്കിപ്പോൾ പരീക്ഷ ജയിക്കുക, നമ്മുടെ പരീക്ഷ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. അപ്പം നമുക്ക് എന്തായാലും പരീക്ഷ എന്ന് പറയുന്നത് എല്ലാവർക്കും പേടിയാണല്ലോ. അപ്പോൾ നമ്മളത് പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ്, ഒരു കുറച്ചാൾ മുമ്പ്, പരീക്ഷ കഴിയുന്നത് വരെയുള്ള ദിവസങ്ങളിൽ നമ്മളിത് എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു മനഃശാസ്ത്രപരമായ ഒരു സമീപനവും കൂടെയാണ്. കാരണം നമ്മളിത് എഴുതി വെച്ച് ഇത് മാഞ്ഞു പോകുന്നത് വരെ നമ്മൾ എന്തിനാണോ എഴുതി വെച്ചത് അത് നമ്മൾ മനസ്സിലിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും, അല്ലെ ഓർത്തുകൊണ്ടിരിക്കും. അപ്പം എന്തായാലും ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ അത് നാച്ചുറലി അത് ചെല്ലുവാണ്. അപ്പൊ ചെന്ന് കഴിയുമ്പോൾ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ കാരണം നമ്മൾ ഒന്നെങ്കിൽ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ഇഫേർട്ട് എടുക്കും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ വരും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കൺസീവ് ചെയ്യുന്ന നമ്മുടെ നീഡ്സിനെ വളരെ പവർഫുള്ളായിട്ട് നമ്മുടെ ഓരോ ദിവസത്തെയും നമ്മുടെ ഡ്രൈവ് മുന്നോട്ട് പോകുന്ന പലരും പറയുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഈ പറയുന്ന പർട്ടിക്കുലർ നീഡ്സ് ഉണ്ടെങ്കിൽ ഞാൻ എത്രത്തോളം എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കൊണ്ടുവരുന്നു. ഇപ്പം എലിസബത്ത് പറഞ്ഞ വളരെ വാലിഡ് പോയിൻ്റാണ്. അതായത് ശുക്രൻ്റെ ശുക്രമണ്ഡലമായ ഈ ഭാഗത്ത് 24, അതായത് 6 സ്പ്ലിറ്റ് ചെയ്ത് 2, 4 നമ്മൾ എഴുതി എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ആഗ്രഹം നേടിയെടുക്കാനുള്ള ഒരു തീവ്രത നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് മുന്നിലേക്ക് കൊണ്ടുപോകും. അതെ. ആ ഫ്രീക്വൻസി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓരോ ദിവസവും നമ്മൾ അതിനു വേണ്ടി, ആ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന പോലെ നമ്മൾ എന്താഗ്രഹിക്കുന്നോ ഡേ ബൈ ഡേ നമ്മൾ അതിലേക്ക് നയിക്കും. എലിസബത്ത് പറഞ്ഞ പോലെ സംഖ്യാശാസ്ത്രം വളരെ മോസ്റ്റ് പവർഫുള്ളാണ്. എസ്പെഷ്യലി ഇന്ത്യയിൽ പൈതഗോറസ് സിദ്ധാന്തം, പിന്നെ അതുപോലെ 1 to 9 മെത്തേഡ്, പല മെത്തേഡ്സ്. എക്സാക്ട്ലി. അതെ. അപ്പോൾ സംഖ്യാശാസ്ത്രപരമായിട്ടാണ് ഓൾമോസ്റ്റ് ബോളിവുഡിലെ പല ആക്ടേഴ്സും അവരുടെ മൊബൈൽ നമ്പർ, കാറിൻ്റെ നമ്പേഴ്സ് പലതും. പൈതഗോറസ് സിദ്ധാന്തം ഭയങ്കര പവർഫുള്ളാണ്. അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനകത്ത് ഒരുപാട് എന്താ പറയുക ഫ്രീക്വൻസി കൂട്ടുന്ന ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന 24. 24 അതിലൊരു പ്രത്യേകത ഉള്ളത് എന്താന്ന് വെച്ചാൽ 2 ചന്ദ്രനെയും 4 സൂര്യനെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. അത് സംഖ്യാശാസ്ത്ര പ്രകാരം. ഇപ്പോൾ നമ്മുടെ ജ്യോതിഷശാസ്ത്ര പ്രകാരമാണ് 6 എന്ന് പറയുന്നത് ശുക്രനെ പ്രതിനിധീകരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 2 ചന്ദ്രനും 4 സൂര്യനും, രണ്ടും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഈ ജ്യോതിശാസ്ത്രപരമായിട്ട് 2 രാശികൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഒന്നും വരില്ല എന്ന് പറയും. ഒന്ന് കർക്കിടകം രാശി, ഒന്ന് ചിങ്ങൻ രാശിയാണെന്ന് തോന്നുന്നു. സൂര്യനെയും ചന്ദ്രനെയും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സൂര്യനെയും ചന്ദ്രനെയും അവർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര പോസിറ്റീവ് അനുഭവങ്ങളാണ്. അതുപോലെയാണ് ചന്ദ്രനും ഉണ്ട്. ചന്ദ്രനും ഇപ്പൊ കർത്തവാവ് സമയത്ത്, വെളുത്തവാവ് സമയത്ത് പ്രത്യേകിച്ചും അത് സ്ത്രീകളെയാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുക. സ്ത്രീകളെയാണ്. ഒരു ചെറിയൊരു കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമാവാസി സമയങ്ങളിൽ ചന്ദ്രന് ബലക്കുറവുണ്ട്, വേലിയേറ്റം വേലിയിറക്കം എന്ന് പറയും. ആ സമയത്ത് നമ്മുടെ മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടാവും ഭയങ്കര. അതായത് ഇപ്പോൾ നമുക്ക് ചന്ദ്രൻ്റെ ബലക്കുറവ് വരണമെങ്കിൽ നമ്മൾ ശരിക്കും മാനസികമായിട്ട് താഴെ പോവും, കോൺഫിഡൻസ് ഇല്ലായ്മ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിട്ട് കോൺഫിഡൻസ് കൂട്ടുകയാണ്, തിരിച്ചു കയറി വരികയാണെങ്കിൽ നമുക്ക് ഭയങ്കര പവറായിരിക്കും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അമാവാസി കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. അമാവാസിക്ക് മുൻപ് ഇതും സ്ത്രീകളുടെ മെൻസ്ട്രുവൽ സൈക്കിളും തമ്മിലും കണക്ഷൻ ഉണ്ട്. കറക്റ്റ്. അപ്പോൾ ഈ പറയുന്ന നമ്പേഴ്സ് പ്രോപ്പറായിട്ട് ഇപ്പം എലിസബത്ത് പറയുന്നത് പോലെ 24 എല്ലാ ദിവസമോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡേയ്സിലോ എഴുതി വയ്ക്കുകയാണെങ്കിൽ വലിയൊരു മാറ്റം തന്നെ നമുക്കുണ്ടാകും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.